ഈ സമയത്ത് ആ വണ്ടിയിൽ നിന്ന് എന്തോ സാധനം പുറത്തു വരുന്നുണ്ട്. അത് ടോമിൻ്റെ വണ്ടീനെ ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും ടോം വണ്ടിയുടെ ഡയറക്ഷൻ മാറ്റണ്. അങ്ങനെ ആ സാധനം ഒരു ഫാമിലിയുടെ കാറിൽ പോയി തട്ടുകയാണ്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് കറങ്ങുകയാണ്. അവിടെ നിന്ന് ടോമും സോണിക്കും പാടെ പോവുകയാണ്. ഈ സമയത്ത് ആ വണ്ടിയിൽ നിന്ന് വീണ്ടും ആ സാധനങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഈ സമയത്ത് സോണിക്ക് അത് എടുത്തിട്ട് വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ആ വണ്ടി പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ ആ വണ്ടിയിൽ നിന്ന് വേറെ ഏതൊരു റോബോട്ട് വീണ്ടും വരികയാണ്. ഈ സമയത്ത് ടോം സോണിക്കിൻ്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് സോണിക്കാണ്. ടോമിൻ്റെ കയ്യിൽ എന്തോ സാധനമൊക്കെ ഉണ്ട് റോബോട്ടിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട്. ടോം സോണിക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ നന്നായിട്ട് വണ്ടി ഓടിക്കണ്ടല്ലോ, ഇതിനു മുമ്പ് നീ വണ്ടി ഓടിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ സോണിക്ക് പറയുകയാണ്, ഇല്ല ഞാനിപ്പോൾ ഈ ബുക്ക് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ടോം സോണിക്കിൻ്റെ അടുത്ത് ബ്രേക്ക് ഓട്ടാൻ പറയുമ്പോൾ സോണിക്ക് പോയിട്ട് ആക്സിലേറ്റർ ചവിട്ടും. അങ്ങനെ സ്പീഡ് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോം അവൻ്റെ അടുത്ത് പറയും, അപ്പുറത്ത് കാണുന്ന ആ സാധനം ചവിട്ടാനാണ് പറയുന്നത് പറയും. അപ്പോൾ സോണിക്ക് അത് ചവിട്ടുമ്പോൾ റോബോട്ട് വന്ന് ഡോറിലിടിക്കുകയാണ്. ആ സമയത്ത് ടോം അതിനെ അടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിയ റോബോട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു എയറോപ്ലെയിൻ വരികയാണ്. അത് അവരുടെ റൂഫിനെ മുറിച്ചെടുക്കുകയാണ്. അതിൻ്റെ ദേഷ്യത്തിൽ സോണിക്ക് അതിനെ പിടിച്ച് പൊട്ടിച്ച് കളയാണ്. അങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ സോണിക്കിൻ്റെ കയ്യിൽ ആ ബോംബ് ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ ആ ബോംബ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോം ഇപ്പോൾ വണ്ടി സൈഡാക്കുകയാണ്. സോണിക്ക് എന്ത് ചെയ്തിട്ട് ആ ബോംബ് കയ്യിൽ നിന്ന് പോകേണ്ടതില്ല. ടോം ഒരു ടോയിലൊക്കെ എടുത്ത് കൂട്ടിപ്പിടിച്ചിട്ട് ആ ബോംബ് എടുത്ത് എറിയുമ്പോൾ അത് ടോമിൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സോണിക്ക് അത് വേഗം മേടിക്കുന്നുണ്ട്. എന്നിട്ട് അവനൊരു കോലൊക്കെ എടുത്ത് കുത്തിയിട്ട് അതൊരു പാറയിൽ പിടിപ്പിക്കുകയാണ്. അങ്ങനെ സോണിക്ക് അപ്പോൾ തിരിഞ്ഞടക്കാൻ നേരത്ത് ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ പൊട്ടിത്തെറിയിൽ സോണിക്കിന് അവൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. റോബോട്ടിനിക്കിന് ഇത് മനസ്സിലായിക്കണം ഇപ്പോൾ അവർ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ നിക്കിപ്പോൾ സോണിക്കിൻ്റെ മുള്ളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ടോം സോണിക്കിനെ എടുത്തിട്ട് അവൻ്റെ ഭാര്യൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വാതിൽ തുറക്കുന്ന അവളുടെ സഹോദരിയാണ്. സഹോദരി അവനെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും കയറ്റാൻ കൂട്ടാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവനിപ്പോൾ ടെററിസ്റ്റ് എന്നാണ് ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേഡി വന്ന് അവനെ ഉള്ളിൽ കയറ്റുന്നുണ്ട്. മേഡി അവനോട് നിന്നെപ്പറ്റി കേൾക്കണതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു പട്ടി വന്നിട്ട് ഈ സമയത്ത് അവൻ്റെ കയ്യിലുള്ള പുതപ്പ് മാറ്റുമ്പോൾ സോണിക്കിനെ കാണുകയാണ്. സഹോദരിക്ക് അപ്പോൾ തന്നെ വേഗം ബോധം പോവുന്നുണ്ട്. നിക്കിപ്പോൾ സോണിക്കിൻ്റെ മുള്ളിൽ വെച്ചൊരു വണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മേഡി ഇപ്പോൾ സോണിക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് ഭയങ്കര സ്പീഡിലാണ് പൾസ് പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ മേഡി ടോമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടോം പറയുകയാണ് അത് അവന് നോർമലാണെന്ന്. അങ്ങനെ സോണിക്കിൻ്റെ ചെരുപ്പ് അഴിക്കുമ്പോൾ സഹോദരിയുടെ മകൾ അവൻ്റെ ചെരുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കീറിയിട്ടുണ്ട്. അവൾ അപ്പോൾ തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. അവളുടെ അമ്മ കെട്ടഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ആ കുട്ടി മുകളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സോണിക്ക് എഴുന്നേക്കുന്നുണ്ട്. അങ്ങനെ അവൻ സ്പീഡിലൊക്കെ ഓടി അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ടോമിനെ മേടി ഒരു റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വന്ന് ചീത്ത പറയുകയാണ്. ഈ സമയത്ത് ആ കുട്ടി സോണിക്കിനെ ധരിക്കാൻ വേണ്ടി ഒരു ഷൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോം മേഡിയെ കൺവിൻസ് ചെയ്യാണ്. ഇപ്പോൾ അവർ സാൻ ഫ്രാൻസിസ്കോയിൽ ആ റിങ് വീണ ബിൽഡിങ്ങിൽ വന്ന് ടോം ഒരു ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ് മുകളിൽ പോയി നോക്കുകയാണ്. അങ്ങനെ റിങ് കിട്ടിയാണ്. അങ്ങനെ അവർ റിങ് അടിച്ചിട്ട് എറിയാൻ നേരത്ത് ഒരു റോബോട്ടിൻ്റെ മേത്ത് പോയി തട്ടി ആ റിങ് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരിന് ഫുള്ള് റോബോട്ട് വളഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നിക്ക് വണ്ടി എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. സോണിക്കിൻ്റെ പവർ അവനെ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നിക്ക്. അങ്ങനെ എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് സോണിക്കും പറയുന്നുണ്ട്. ഈ സമയത്ത് ടോം പറയുകയാണ് ഞങ്ങൾക്ക് സൂപ്പർ പവറൊന്നും ഇല്ലാന്ന്. അങ്ങനെ അവരെ രണ്ടുപേരിനെ സോണിക്ക് താഴേക്ക് തള്ളിയിടുന്നുണ്ട്. അപ്പോൾ തന്നെ നിക്ക് സോണിക്കിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോണിക്ക് അവൻ്റെ പവർ യൂസ് ചെയ്ത് എല്ലാം ഫ്രീസാക്കി നിർത്തുന്നുണ്ട്. ഈ സമയത്ത് നിക്ക് സോണിക്കിൻ്റെ പവർ യൂസ് ചെയ്യാണ്. അങ്ങനെ താഴേക്ക് സോണിക്ക് വീഴാൻ പോകുന്ന നേരത്ത് സോണിക്ക് ഒരു റിങ് എടുത്ത് താഴേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ടോമിനെയും ഭാര്യനെയും ഗ്രീൻ ഹിൽസിലൊരു ഫാമിലെത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സോണിക്ക് വന്ന് താഴെ വീണിട്ടുണ്ട്. ഈ സമയത്ത് നിക്ക് താഴേക്ക് വന്ന് പറയാണ് നീ എത്ര ഓടിയിട്ടും കാര്യമില്ല, എനിക്ക് നിൻ്റെ അതേപോലെ സ്പീഡ് ഉണ്ട് എന്ന്. അങ്ങനെ ഇപ്പോൾ സോണിക്ക് വെല്ലുവിളിച്ച് ഓടുകയാണ്. അതിന് പിന്നാലെ നിക്കും പോകുന്നുണ്ട്. സോണിക്ക് റിങ് യൂസ് ചെയ്ത് പല പല രാജ്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നിക്കും പോകുന്നുണ്ട്. പിരമിഡിലേക്ക് ഓടിക്കയറുമ്പോൾ സോണിക്ക് ഗ്രീൻ ഹിൽസിലേക്ക് ഒരു റിങ് ഇടുകയാണ്. ഈ സമയത്ത് നിക്ക് സോണിക്കിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോണിക്ക് ഗ്രീൻ ഹിൽസിലേക്ക് തെറിച്ച് വീഴുകയാണ്. ഈ വീടുകളുടെ ഇടയിൽ സോണിക്കിന് ബോധം നഷ്ടമായിട്ടുണ്ട്. ഈ സമയത്ത് ടോം റിങ് കയ്യിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ സോണിക്കിനോട് നിക്ക് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ടോം റിങ് യൂസ് ചെയ്തിട്ട് നിക്കിൻ്റെ വണ്ടിയിലേക്ക് വരികയാണ്. അങ്ങനെ നിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്തിനാ ഈ ജീവിക്ക് വേണ്ടി നിൻ്റെ ജീവിതം പാഴാക്കി കളയണതെന്ന്. പിന്നെ എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നിക്ക് ടോമിനെ വണ്ടിയിൽ നിന്ന് താഴെ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും വൈഡ് വന്ന് നിക്കിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടെ അപ്പൂപ്പനും ഉണ്ട്.
ടോം സോണിക്ക് എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് സോണിക്ക് എണീക്കുകയാണ്. അങ്ങനെ സോണിക്ക് അവൻ്റെ പവർ ആ വണ്ടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ആ വണ്ടിയെ തകർക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് സോണിക്ക് ടോമിനോട് റിങ് എറിയാൻ പറയുകയാണ്. അങ്ങനെ അവൻ വണ്ടിയുടെ ബാക്കിലേക്ക് ഒരു റിങ് എടുത്ത് എറിയുന്നുണ്ട്. സോണിക്ക് തൻ്റെ സകല സ്പീഡ് കൊടുത്തിട്ട് ആ വണ്ടിയിൽ വന്ന് തട്ടുകയാണ്. ആ വണ്ടി തകർന്ന് കൂനുകളുടെ ലോകത്തേക്ക് പോവുകയാണ്. അതിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടോമും സോണിക്കും പാടെ ഇപ്പോൾ കൈയടിക്കുകയാണ്. ഇത് സോണിക്കൊന്നും ഭയങ്കര സന്തോഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സോണിക്ക് ഗ്രീൻ ഹിൽസിൽ തുടരുകയാണ്. ഇപ്പോൾ ഭാര്യയും ടോമും പാടെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ വന്ന് വാതിൽ തട്ടുണ്ട്. അതൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലൊരു ലെറ്റർ ഉണ്ട്. അത് സോണിക്കിന് ടോമിൻ്റെ കൂടെ കഴിയാന്നുള്ളതിൻ്റെ ഒരു ലെറ്ററായിരുന്നു. ഇപ്പോൾ സോണിക്ക് അവരുടെ കൂടെയാണ്. അവൻ ഒളിപ്പിക്കാനെടുത്തിരുന്ന ആ സ്ഥലത്ത് അവന് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവൻ്റെ ഗുഹയിലുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് നിക്കിനെയാണ്. അവൻ കൂനുകളുടെ ലോകത്ത് സോണിക്കിൻ്റെ മുള്ളൊക്കെ പിടിച്ചിട്ട് എന്തോ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. പിന്നെ ഗ്രീൻ ഹിൽസിൽ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. അതിന് ഒരു പുറത്തേക്ക് ഒരു ജീവി വരുന്നുണ്ട്. ആ ജീവി സോണിക്ക് അവിടെ എവിടെയുണ്ട് പറഞ്ഞിട്ട് പറന്നു പോവുകയാണ്. അങ്ങനെ ഈ മൂവി ഇപ്പോൾ അവസാനിക്കുകയാണ്.